ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാക്ഡൊണാൾഡ് സ്റ്റൈലിലുള്ള ഒരു ബർഗറാണ്. ഇതിനു വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ബർഗർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പാറ്റി ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കുന്നത്. ബോൺലെസ് ചിക്കന് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈ ചിക്കൻ നമുക്കൊരു പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഡീബോൺ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കിലോ ചിക്കന് ഞാൻ 4 പീസ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 4 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചിക്കനിലേക്ക് നമ്മൾ ബ്രെഡ് ചേർക്കുന്നത് പാറ്റി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ബൈൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡിൻ്റെ അരിക് കട്ട് ചെയ്യുന്നത് ഈ പാറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്താലും ഇതിൻ്റെ സൈഡോട് കൂടിയിട്ടുള്ള ബ്രെഡ് യൂസ് ചെയ്താലും പാറ്റി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളറിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളറായിപ്പോവും. അങ്ങനത്തെ കളറല്ല പാറ്റിക്ക് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബ്രെഡ് തന്നെ ഉപയോഗിക്കുന്നത്. ചിലർ ബ്രെഡിന് പകരം കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാറ്റി ഉണ്ടാക്കുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കും. അങ്ങനത്തെ പാറ്റി അല്ലല്ലോ നമുക്ക് മക്ഡൊണാൾഡ്സിൽ ബർഗറിലൊക്കെ കിട്ടുന്നത്. ഇത് ഏതാണ്ട് അതേപോലത്തെ ടേസ്റ്റുള്ള ബർഗർ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബ്രെഡും ചിക്കനും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പിസ്സ സീസണിങ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പിസ്സ സീസണിങ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പാറ്റിയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് തയ്യാറാക്കിയെടുക്കണം. എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല. ചിലപ്പോൾ നമ്മളിത് തയ്യാറാക്കി വരുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പാറ്റി ഉണ്ടാക്കിയാൽ അത് സൈഡൊക്കെ പൊട്ടി പോകാറുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ ഒരു നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ പാറ്റി ഷേപ്പ് ചെയ്തെടുക്കണം. 1/4 കിലോ ചിക്കനും കൊണ്ട് നമുക്ക് 4 പാറ്റി, ഈ ഒരു വലുപ്പത്തിൽ ഉള്ള 4 പാറ്റി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റി കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ കൂട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇതേപോലെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റീസ് ഓരോന്നും അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബർഗർ ബണ്ണിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. ഇത് പ്ലെയിനായിട്ട് മയോണൈസ് മാത്രമായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം.
ഞാനിപ്പോൾ മയണൈസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ബർഗർ ബണ്ണിലേക്ക് മയണൈസും കെച്ചപ്പും തനിയായിട്ടും തേക്കാറുണ്ട്. അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ബർഗറിലേക്ക് പാറ്റിയും ചീസ് സ്ലൈസ് ഒക്കെ വെക്കുന്നത് എല്ലാം ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് മേലെയോ താഴെയോ ഒക്കെ ആയിട്ട് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ മയണൈസും കെച്ചപ്പും കൂടെ ഉള്ള സോസ് ബണ്ണിൻ്റെ 2 പീസിലും തേച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റി അതിൻ്റെ മേലെ ഒനിയൻ സ്ലൈസ് ചെയ്തത് 2 പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ടൊമാറ്റോ പീസ്, അതിൻ്റെ മേലെ ചീസിൻ്റെ സ്ലൈസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ലെറ്റ്യൂസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് വെജിറ്റബിൾ ഇപ്പോൾ കുക്കുംബറോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ബർഗർ ഒന്ന് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ചീസ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്, പക്ഷേ ചീസ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 15 സെക്കൻഡ്സ് ഒക്കെ വെച്ചാൽ മതിയായിരിക്കും. മൈക്രോവേവ് മോഡിൽ തന്നെ ഒരു 15 സെക്കൻഡ്സ് വെക്കുമ്പോഴത്തേക്ക് ഈ ചീസ് ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. അതിൽ കൂടുതൽ വെച്ചാൽ ലെറ്റ്യൂസും അതിലെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേകാൻ തുടങ്ങും. ആ ഒരു ടേസ്റ്റ് അത്ര നന്നല്ല. ഇപ്പോൾ ഞാൻ ചൂടായ പാനിൽ 1 മിനിറ്റ് വെച്ചിട്ട് എടുത്തിരിക്കുന്ന ബർഗറാണിത്. അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്.